സംസ്ഥാനത്തെ സ്വകാര്യ ബസ് വ്യവസായം ആകെ പ്രതിസന്ധിയിലാണ്. പ്രതിസന്ധിക്ക് പ്രധാന കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. KSRTC നടപ്പിലാക്കിയ UDF സർക്കാർ നടപ്പിലാക്കിയ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാനമായും കാരണമായി തീർന്നത്. പിന്നീട് ഇന്ധന വിലവർധനവും അതൊക്കെ കാരണങ്ങളായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ സ്വകാര്യ ബസ്സിലെ ഭൂരിഭാഗം യാത്രക്കാരും സ്ത്രീജനങ്ങളായിരുന്നു. ഈ സ്ത്രീജനങ്ങൾക്ക് സർക്കാർ സൗജന്യ യാത്ര വാഗ്ദാനം ചെയ്ത് അത് നടപ്പിലാക്കിയപ്പോൾ അവരൊക്കെ നേരെ KSRTCയിലേക്ക് യാത്ര ഷിഫ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ യാത്ര KSRTCയിലാക്കിയതോടുകൂടി സ്വകാര്യ ബസ്സിൻ്റെ വരുമാനം പകുതിയിലധികമെന്നല്ല വളരെ അധികം ഇടിഞ്ഞു. അതോടുകൂടി പല സ്വകാര്യ ബസ്സുകളും കട്ടപ്പുറത്ത് ആയി എന്നതാണ് വാസ്തവം. പല റൂട്ടുകളിലും നിറഞ്ഞോടിയിരുന്ന ബസ്സുകൾ ഇപ്പോൾ കാലിയായി ഓടുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ അടുത്ത ഇടയ്ക്ക് KSRTC ബസ്സിലെ ദുരനുഭവം, ടിക്കറ്റ് എടുത്ത യാത്രക്കാർക്ക് സീറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവാവ് ഒരു ദുരനുഭവം പങ്കുവച്ചപ്പോൾ പറഞ്ഞതാണ്, ആളുകൾ അതിനകത്ത് കമൻറ്റ് ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ട് കാണും നിങ്ങളുടെയും. ആളുകൾ പറയുന്നതാണ്, സ്വകാര്യ ബസ്സുകൾ എത്രയോ നല്ല സീറ്റ്, നല്ല കണ്ടീഷനുള്ള ബസ്സുകൾ, അതിനകത്ത് സുഖമായി ഇരുന്ന് പോകാം, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് സ്വകാര്യ ബസ്സുകളെ ഓപ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ അയാളോട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഒരു വശത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ പ്രിയദർശിനി സൗജന്യ യാത്ര നടപ്പിലാക്കിയപ്പോൾ സ്വകാര്യ ബസ്സുകൾക്ക് കൂടി അവർക്ക് കൂടി ആശ്വാസകരമാകുന്ന ഒരു പദ്ധതി, അല്ലെങ്കിൽ അവരെ കൂടി ഉൾച്ചേർത്തുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുകയോ അല്ലെങ്കിൽ അവർക്ക് കൂടി ഗുണം ഉണ്ടാകുന്ന തരത്തിൽ മറ്റെന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേയെങ്കിൽ സ്വകാര്യ ബസ് മേഖല, ബസ് വ്യവസായം ഇത്രമാത്രം തകർച്ചയുടെ വക്കിലേക്ക് പോവുകയില്ലായിരുന്നു എന്നതാണ് വാസ്തവം. എത്ര ജീവനക്കാർ, കണ്ടക്ടർമാർ, ഡ്രൈവർമാർ, അതുപോലെ തന്നെ ബസ് ഉടമകൾ, അതുപോലെ വർക്ക്ഷോപ്പ് മെക്കാനിക്കുകൾ, അങ്ങനെ ഒരു വ്യവസായ മേഖലയാകെ പ്രതിസന്ധിയിലായി എന്നതാണ് കറക്റ്റ് ആയി നമുക്ക് പറയാൻ കഴിയുക. അതിന് ഒരു പരിഹാര മാർഗം സംസ്ഥാന സർക്കാർ തലത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ പല വ്യവസായികളും പങ്കുവയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പല ചർച്ചകൾ നടന്നുവെങ്കിലും ചർച്ചകളൊന്നും ഫലവത്താകാത്ത അവസ്ഥയും നിലവിലുണ്ട്. ഇതിനൊക്കെ പരിഹാരം ഉടനെ ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ സ്വകാര്യ ബസ് മേഖലയിൽ ഉണ്ടെങ്കിലും അത് എന്ന് സാധ്യമാകുമെന്നറിയില്ല. അതുകൊണ്ടാണ് പല ബസ്സുകളും കട്ടപ്പുറത്ത് ആശ്രയം. മുമ്പ് നമ്മൾ പറയുമായിരുന്നു ആനവണ്ടികൾ കട്ടപ്പുറത്തേക്ക് എന്ന് പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആനവണ്ടികൾ കട്ടപ്പുറത്താകുന്നത് സാങ്കേതിക തകരാറ് കൊണ്ട് ഇപ്പോൾ ഒരു ദിവസം 10ഓളം ബസ്സുകൾ കട്ടപ്പുറത്താകുന്ന സ്ഥിതിയുണ്ട്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്നുള്ള വീഡിയോ ഒക്കെ വൈറലായിരുന്നു. വേണാട് വണ്ടിയെ വലിച്ചു കെട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അങ്ങനെ കട്ടപ്പുറത്താകുന്നത് KSRTC ബസ്സുകളുമുണ്ട്. പക്ഷേ ഇത് സർവീസ് നടത്താൻ പറ്റാതെ, സർവീസ് നടത്തിയാൽ തന്നെ കൈനഷ്ടം വരുന്ന, ഇന്ധന ചെലവ് മുടക്കാൻ പറ്റാത്ത, മെയിൻ്റനൻസ് ചെലവ് മീറ്റ് ചെയ്യാൻ പറ്റാതെ കട്ടപ്പുറത്താകുന്ന ബസ്സുകളാണ് സ്വകാര്യ ബസ്സുകളിൽ ഭൂരിഭാഗവും. ഏതായാലും ഈ ഒരു മേഖലയുടെ പ്രതിസന്ധി കണ്ടറിഞ്ഞ് അവർക്ക് കൂടി ഗുണം ചെയ്യുന്ന തരത്തിൽ പ്രിയദർശിനി സൗജന്യ യാത്രയൊക്കെ വിപുലപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുകയാണെങ്കിൽ, KSRTC തയ്യാറാവുകയാണെങ്കിൽ ഒരു പരിധിവരെ സ്വകാര്യ ബസ് വ്യവസായ മേഖലയെയും നമുക്ക് തകർച്ചയുടെ വക്കിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്നാണ് ബസ് ഉടമകളുടെ ഒരു പ്രതീക്ഷ.